സോ നെക്സ്റ്റ് നമ്മൾ കാണുന്ന ടോപ്പിക്ക് പേർപ്പസ് ഓഫ് അസസ്മെന്റ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിലാണെങ്കിൽ നമുക്ക് നല്ല പോയിന്റ്സ് ഇട്ട് എഴുതുകയും ചെയ്യും. ഓക്കെ, സോ പേർപ്പസ് ഓഫ് അസസ്മെന്റ്, എന്തിനാണ് നമ്മൾ ഈ അസസ്മെന്റ് പ്രോസസ് ചെയ്യുന്നത്? അപ്പം ഇതിന്റെ ഇത് രണ്ടിടത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിലും ഉണ്ട്. അതേപോലെ തന്നെ പേർപ്പസ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് 1.4 എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. മീൻസ് രണ്ടും ഓൾമോസ്റ്റ് സെയിം തിങ്സ് ആണ് പറയുന്നത്. ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ആണ്. സോ വിൽ ജസ്റ്റ് ഡിസ്കസ് ദോസ് പോയിന്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ആദ്യത്തെ ഒരു പാർട്ടിൽ പറയുന്നത് പേർപ്പസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ആണ് പറയുന്നത്. സിമിലർ ആണ് കേട്ടോ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല പറയുന്നത്. ദേ ആർ സെയിം. ഇൻഫാക്ട് സിമിലർ എന്ന് പറഞ്ഞാൽ പോലെ ദേ ആർ സെയിം. So we'll see one by one. First is what? Identifying the learner's difficulties. നമുക്കറിയാം അസസ്മെന്റോട് കൂടി നമ്മൾ എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, where the learner stands അല്ലെ, സ്റ്റുഡന്റ് എന്താ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ പറ്റാത്തത്, എവിടെയാണ് വീക്ക്നെസ്, അതെല്ലാം ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അസസ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വൺ മെയിൻ reason for assessment is what? For going for assessment is to find out where the learner experiences difficulty in learning. പിന്നെ എന്താണ്? ഫോക്കസിങ് ഓൺ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെന്റ്. അതായത് നമുക്ക് എന്തും വേണം, ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം അല്ലെ, എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ലേണിംഗിന്റെ ഇഫക്റ്റ് എന്താണ് എന്നുള്ള തരത്തിൽ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണമെങ്കിലും അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ലേണിംഗിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീഗ്രൂപ്പ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഒരു സ്റ്റുഡന്റിന്റെ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം, അസസ്മെന്റ് വേണം. Then what is the third one? Considering developmental factors. Considering developmental factors എന്ന് പറയുമ്പോൾ എന്താണ്, ലേണിംഗ് ഇഫക്റ്റീവ്ലി കണ്ടക്റ്റഡ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും അല്ലെ. ഇപ്പം അസസ്മെന്റ് നടത്തുമ്പം നമുക്കറിയാം ലേണിംഗ്, ആ കുട്ടിക്ക് ലേണിംഗ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ആ കുട്ടി ഈ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അസസ്മെന്റിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഇഫക്റ്റീവ് ലേണിംഗ് നമുക്ക് അളക്കണമെങ്കിൽ, മീൻസ് അത് നടക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ അസസ്മെന്റ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം, നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽ ഇത് മതിയോ, ടീച്ചിങ് സ്റ്റൈലോ ഒക്കെ ആണോ, ക്ലാസ് റൂം ഓർഗനൈസേഷൻ ഒക്കെ ആണോ, ഇതിനൊക്കെ എന്താ പറയാ നമ്മുടെ ലേണിംഗിൽ അഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എവിടെ ചെയ്യാം, അസസ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ കൺസിഡറിങ് ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ്, അതൊക്കെയാണല്ലോ നമ്മുടെ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ് വരുന്നത് അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, അസസ്മെന്റ് എയിംസ് ടു ഇംപ്രൂവ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. മെയിൻ എയിം എന്തിനാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്? വൺ മേജർ പർപ്പസ് ഇസ് വാട്ട്? ഒന്ന് നമ്മൾ പറഞ്ഞു, ലേണറുടെ ഡിഫിക്കൽട്ടി മനസ്സിലാക്കിയാൽ മാത്രം മതിയോ, പോരാ, നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു പരിഹാരം കൂടെ കാണണം. എങ്ങനെ നമുക്ക് ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ സ്ട്രാറ്റജീസ് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ തന്നെ എന്ത് ചെയ്യും, രണ്ടാമത് വിലയിരുത്തും അല്ലെങ്കിൽ വേറെ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും. സോ യു ആർ എയിമിംഗ് അറ്റ് വാട്ട്? ഇംപ്രൂവിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡന്റ് കണ്ടിന്യൂസ്ലി റിഫ്ലക്ടിംഗ് ഓൺ പ്രോഗ്രസ്. അപ്പൊ അസസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഇന്റഗ്രൽ പ്രോസസ് ആണെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട് അസസ്മെന്റിൽ, നമ്മുടെ പ്രോഗ്രസ്, ലേണറിന്റെ പ്രോഗ്രസ് നമ്മൾ കണ്ടിന്യൂസ്ലി അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അസസ്മെന്റ് ഹെൽപ്സ് ഇൻ പ്ലാനിംഗ് ദ കണ്ടന്റ് ടു ടീച്ച്, ടീച്ചിങ് മെത്തേഡ് ടു അഡോപ്റ്റ്, ഐഡിയ ഓഫ് സ്റ്റുഡന്റ് നോളജ്, ഐഡിയാസ് ഓഫ് സ്റ്റുഡന്റ് സ്കിൽ. അപ്പം അസസ്മെന്റിലൂടെ നമുക്ക് എന്തൊക്കെ അറിയാം, നമ്മുടെ പല എന്താ പറയാ സ്റ്റുഡന്റിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാം. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് മീൻസ് നമ്മളിപ്പോ സ്റ്റുഡന്റിനെ അസസ് ചെയ്തു, ഒബ്സർവ് ചെയ്തു, നമുക്ക് സ്റ്റുഡന്റിന് ഇത് അറിയുന്നില്ല, ഇതെന്താ സ്ട്രോങ് ആണ്, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറെ കാര്യങ്ങൾ നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ചിലപ്പം എന്താ പറയാ ഇത്രയും പഠിച്ചാൽ മതി എന്ന് നോക്കും അല്ലെ, വളരെ ഹെവിയാണ് അല്ലെങ്കിൽ വളരെ ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് എവിടുന്ന് ഡിസൈഡ് ചെയ്യാം, അസസ്മെന്റിൽ നിന്ന് ഡിസൈഡ് ചെയ്യാം. അതേപോലെ എന്താണ് വേറെ വരുന്നത്, എങ്ങനെ പഠിപ്പിക്കണം അല്ലെ, പിന്നെ സ്റ്റുഡന്റിന് എന്തുമാത്രം അറിയാം, സ്റ്റുഡന്റിനുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞ് അതിനനുസരിച്ച് അതിനുള്ള പ്ലാനിങ് ചെയ്യാൻ അസസ്മെന്റിലൂടെ നമുക്ക് പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത്, ഇറ്റ് ഗൈഡ്സ് ഇൻ പോളിസി മേക്കിംഗ് റിഗാർഡിംഗ് ദ അപ്രോപ്രിയേറ്റ് കണ്ടന്റ് ഫോർ ചിൽഡ്രൻ. അപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പിലും എന്താണ് കണ്ടന്റ് വേണ്ടത്, എന്തൊക്കെ പഠിപ്പിക്കണം, അതൊക്കെ നമുക്ക് എന്ത് ബേസ് ചെയ്തിട്ടാണ്, സ്റ്റുഡന്റ് നോളജും സ്റ്റുഡൻസിന്റെ ഒരു ലേണിംഗ് ലെവലും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓരോ ഏജ് ഗ്രൂപ്പിലും എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് കണ്ടന്റ് ഏതാണ് എന്നൊക്കെ അസസ്മെന്റിലൂടെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ചൂസിങ് എ സ്യൂട്ടബിൾ കരിക്കുലം അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് റിക്വയർമെന്റ്. അപ്പൊ ഓരോ സ്റ്റുഡന്റിനും ഓരോ എന്താ പറയാ എയിം ആയിരിക്കും അല്ലെ ലൈഫിൽ.
അവർക്ക് എന്ത് വേണം, സ്റ്റുഡന്റിനെ പ്രത്യേകമായിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇതാവണം എന്നൊക്കെ ഉള്ളപ്പം അതനുസരിച്ചുള്ള കരിക്കുലം ഡിസൈഡ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്ത് ചെയ്യാം, അസസ്മെന്റിലൂടെ ചെയ്യാം അല്ലെ. അതിനുള്ള എൻട്രൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ കുട്ടി അതിന് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താൽ കേപ്പബിൾ ആക്കാം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റിലൂടെ ചെയ്യാം. പിന്നെ എന്താണ്, ഇറ്റ് ട്രാക്സ് ദ പ്രോഗ്രസ് ഓഫ് ദ ചൈൽഡ് ടുവേർഡ്സ് അറ്റൈൻമെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഗോൾസ്. അപ്പം എഡ്യൂക്കേഷണൽ ഗോൾസ് എത്രമാത്രം അച്ചീവ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അളക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, അസസ്മെന്റ് വേണം. ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് എ ചൈൽഡ്സ് പ്രോഗ്രസ് ടു ദ പേരൻസ്. പിന്നെ അസസ്മെന്റിലൂടെയാണ് എന്ത്, പേരൻസിനും ഒരു ഐഡിയ കിട്ടുന്നത് അല്ലെ, ഈ കുട്ടി എത്രമാത്രം. ഇപ്പൊ നമ്മൾ പേരന്റ് ടീച്ചർ മീറ്റിംഗ് വിളിക്കുമ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കും, അതെന്ത് ബേസ് ചെയ്തിട്ടാണ്, അസസ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ.